ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വേറൊന്നുമല്ല കേട്ടോ, കുറച്ച് ബിസി ആയിപ്പോയി. ബിസി എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ വലിയ സ്കെഡ്യൂളല്ല, ബട്ട് എന്നാലും നമുക്ക് വീഡിയോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും വലിയ കുഴപ്പമില്ല. ക്ലിപ്സൊക്കെ ആഡ് ചെയ്ത് വെച്ച് ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കേണ്ട വീഡിയോസ് ആകുമ്പോഴേ അത് ഈ വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് വേണം, അങ്ങനെ ഒച്ചയും വിളിയൊന്നും ഇല്ലാത്ത. ഇപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പം ചിലപ്പം നോയ്സസ് കേൾക്കുന്നുണ്ടാവും. അപ്പം അത് കിട്ടാത്തതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത്രയും വീഡിയോ ഇടാനൊക്കെ ലേറ്റായി. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ എന്തൊക്കെയോ അൺഫോർച്ചുനേറ്റ്ലി എന്തൊക്കെയോ കാരണങ്ങളും ഉണ്ട് അത് ഇത്ര ലേറ്റ് ആയതാണ് കേട്ടോ സംഭവം. അപ്പം ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു സൺഡേ ഏതോ ഒരു സൺഡേയിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിപ്പോഴാണെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത് സൺഡേ ആയതുകൊണ്ട് എടുത്തതല്ല, എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗ് ഒന്ന് എടുക്കാമെന്നുള്ളത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വീഡിയോസ് എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. മറ്റേത് നമ്മൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വ്ളോഗ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എടുക്കുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും നന്നായിട്ട് ബോറടിക്കും. അപ്പോൾ ആ ഒരു ലാഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ ചാനലിൽ ഒരു 10-30 വീഡിയോ തികച്ചിട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ ജേണിക്ക് വേണ്ടിയിട്ടൊരു ട്രൈപോഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാനും കൂടി വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ അതൊരു ലോങ് വീഡിയോ ആയിട്ട് അവിടെ കിടക്കട്ടെ എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഉണ്ടായത് കേട്ടോ, ഈ ഒരു വ്ളോഗ് ഉണ്ടായത്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ മാമൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 ദിവസം അവിടെ നിന്ന്, ഒരു ഏകദേശം ഒരു ആഴ്ചക്കടുത്ത് നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് ദിവസം വീട് പൂട്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അത് ക്ലീൻ ചെയ്യുക, അതൊന്ന് അടിച്ചു വാരി വെക്കുക എന്നുള്ളത്. കാരണം അത് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഫ്രഷ് ആയ പോലെ അല്ലെങ്കിൽ പകുതി പണി കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യും. പൊതുവെ എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പണി ആദ്യം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം നൈറ്റാണ് നമ്മൾ തിരിച്ചെത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം സ്ഥലപരിമിതികൾ നന്നായിട്ടുണ്ട്. സ്ഥലം നല്ല കുറവാണ് നമ്മളെ വീട്ടിൽ, കുഞ്ഞു വീടാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എല്ലാ സ്ഥലം വൃത്തിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉമ്മൻ്റെ പോളിസി. അപ്പം ഉമ്മയാണ് ഈ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ളത് നമ്മൾ വൃത്തിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനും എന്താ പറയുക, നമ്മൾ നിൽക്കുന്ന സ്ഥലം വൃത്തിയിൽ കൊണ്ടെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച് ചായ കുടിക്കാമെന്ന്. കാരണം രാവിലെ തന്നെ എണീറ്റപ്പോൾ തന്നെ അമ്മമ്മ സ്നാക്സിനുള്ള പ്രിപ്പറേഷനാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ചായ റെഡി ആയപ്പം അടിച്ചു വാരി വന്നതിന് ശേഷം ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ തന്നെ ഞാൻ ഇരിക്കാതെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ച് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പം നമ്മൾ ആദ്യം ഒരു 10:30 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 11 o'clock ഒക്കെ ആകുമ്പം ആ സ്ഥലത്ത് എത്താമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ വിചാരിച്ചു അത്ര നേരത്തെ പോകണ്ടെന്ന്. പിന്നെ നമ്മളൊരു 12:30 ആ ഒരു ടൈമിലേക്കൊക്കെ എത്തിച്ചിട്ടോ. കാരണം രണ്ടുപേർക്കും ഇതേപോലെ കുറേ പരിപാടികളുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാൻ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും തുടയ്ക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ ഇതെന്താ വെച്ചാൽ കുറച്ചായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മുടി ഒഴിച്ചിലിനൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ ഈ വർക്കിനൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം AC-യിൽ ഇരുന്നിട്ടാണോ എന്നുള്ളത് അറിയില്ല, എനിക്ക് നല്ല മുടി ഒഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് റാൻഡമായിട്ടൊരു സ്റ്റോറിൽ കണ്ടപ്പോൾ വാങ്ങി യൂസ് ചെയ്ത എണ്ണയാണിത്. ഞാനാണെങ്കിൽ ഇതങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊന്നുമില്ല. പക്ഷേ യൂസ് ചെയ്യുന്ന കാലത്തോളം നല്ല മാറ്റമുണ്ട് കേട്ടോ. യൂസ് ചെയ്ത ആ ഒരു സമയത്തോളം തന്നെ നല്ല മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി അത് യൂസ് ചെയ്ത സമയത്ത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുളിച്ച് മാറ്റി റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പറഞ്ഞതിനേക്കാളും നല്ല ലേറ്റ് ആവാനായിട്ടുണ്ട്. മിക്കവാറും നല്ല ലേറ്റ് ആവും എന്നുള്ള തോന്നൽ തന്നെയാണ് പോണത്. എന്താണെങ്കിലും 2 ബസ് കയറിയിട്ട് വേണം ഇനിയും പോകാൻ. ആദ്യം ഒരു ബസ് കയറി ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നങ്ങനെ ബസ്സിന് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷേ കയറിയ ബസ്സിലാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു നന്നായിട്ട്. പറയുമ്പം ഈ ഒരു രാവിലെ ടൈമിൽ അങ്ങനെ ബ്ലോക്ക് നോർമലി ഉണ്ടാവാത്തതാണ്. പക്ഷെ എന്തോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കറങ്ങി തിരിഞ്ഞ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ വന്നിട്ടുണ്ട്, അവിടെ എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതാ കാത്തുനിന്ന ആളെത്തിയിട്ടുണ്ട്, ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോയത് തൊട്ട മുന്നിലുള്ള ബ്ലൂ ഡയമണ്ട് മോളിലാണ് കേട്ടോ. പക്ഷെ പോകുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ സ്പേസ് അല്ല, നമ്മളിവിടെയല്ല പോകാറുള്ളത്. പിന്നെ ജസ്റ്റ് കണ്ടപ്പോൾ കുറച്ച് AC കൊള്ളാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. പണ്ട് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് കുറച്ച് നേരത്തെ കോളേജ് കഴിഞ്ഞാൽ നമ്മൾ ഓടി വന്നുകൊണ്ടിരുന്നത് ഫോക്കസിലേക്കായിരിക്കും കേട്ടോ. കാരണം അവിടെ പോയി വെറുതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. എല്ലാ ഗ്യാപ്പിനും നമ്മൾ പോണത് ഫോക്കസിലായിരിക്കും. പക്ഷെ എന്നാലും വീണ്ടും കറങ്ങി തിരിയുക, ഇല്ലാത്ത പൈസ കൂട്ടി വെച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുക, തിരിച്ചിറങ്ങുക. ഇതായിരുന്നു നമ്മുടെ പോളിസി. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സ്പേസ് അല്ല, അതുകൊണ്ട് തന്നെ 2 ഫോട്ടോയും എടുത്ത് വേഗം ഇറങ്ങിയിട്ടോ. എന്നിട്ട് നമ്മളെ സ്പേസിലേക്ക് പോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ പണ്ട് നടന്ന പോലെ പിന്നെയും ഒന്നുകൂടെ നടന്ന് കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പം നല്ല രസമാണ്. കുറേയൊക്കെ കാലം മാറിയിട്ടുണ്ട്, ജീവിത രീതികൾ മാറിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ വെച്ച് എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന്. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റാണ് ഓർഡർ ചെയ്തത്. എനിക്ക് പിന്നെ ഇതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഓൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും അവിടെ DC ബുക്സിൻ്റെ ബുക്ക് സ്റ്റാളിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ബുക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് കുറച്ച് അധികം നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങാന്നുള്ളത് തന്നെയായിരുന്നു പ്ലാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നടക്കാന്നല്ലാതെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നില്ല. താഴെ ഇറങ്ങിയിട്ട് നമ്മളെ സ്ഥിരം സ്പോട്ടിൽ പോയിട്ട് ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഷവർമ കഴിക്കുമ്പോൾ പറയുമായിരുന്നു, പണ്ടൊക്കെ നമുക്ക് ഷവർമ കഴിക്കാൻ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, എന്നിട്ട് ഇല്ലാത്ത പൈസ കൂട്ടി വെച്ചിട്ടായിരുന്നു നമ്മൾ ഷവർമ കഴിക്കുക. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പഠിച്ചവനെ എത്തിച്ചിട്ട് അൽഹംദുലില്ലാ ഷവർമ വാങ്ങാനുള്ള പൈസയൊക്കെ നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടി ഒപ്പം ഇരിക്കാനുള്ള സമയമില്ല എന്നുള്ളത്, അത്രയും ചേഞ്ചായിട്ടാണ് കാലം പോയിക്കൊണ്ടിരിക്കണേ എന്നുള്ളത് പറയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടന്നു വന്നു കേട്ടോ മാനാഞ്ചിരെ കൂടെ. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പം അതിൻ്റെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ടൗണിലേക്കാണ്. കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. എനിക്കൊരു ഡ്രസ്സും എൻ്റെ ഫ്രണ്ടിനൊരു ഡ്രസ്സും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഷ്കയിലേക്ക് തന്നെയാണ് നേരെ പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവലുള്ളൂ. എല്ലാ ടോപ്പും നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഷ്കയിലൊരു പ്രത്യേകത അതാണ്. എനിക്ക് ചീപ്പ് റേറ്റാണ് കഷ്കയിൽ എന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നല്ല രീതിക്കുള്ള ടോപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് വരുന്നുണ്ട്. അപ്പം അതിനുള്ള ചുരിദാറാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ സൺഡേ നമ്മൾ ടൗണിൽ പോയി കഴിഞ്ഞാൽ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നെ കഴിയൂല. കാരണം നടക്കാൻ തന്നെ സ്ഥലം കിട്ടിയാൽ ഭാഗ്യം, അത്രയും തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ആളുടെ ബസ്സിൽ കയറി പോയിട്ടുണ്ട്, ഞാൻ എൻ്റെ ബസ്സിലും കയറിയിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിൽ കയറുമ്പോൾ കാലിന് ചെറുതായിട്ടൊരു ഇഞ്ചുറി തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അതെന്തോ പെട്ടെന്ന് കയറുമ്പോൾ എന്തോ തട്ടിയതാണ്, നല്ല വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കുന്ന വീഡിയോ വരെ എടുത്തു. ഡിന്നറിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നീട് എനിക്ക് അലർജി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അലർജീൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ പുറത്ത് പോയി വന്നിട്ട് പൊടി കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മേ ബി. അപ്പോൾ അറിയാമല്ലോ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അലർജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ അതിന് ശേഷമുള്ളത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ചായക്കാണെങ്കിൽ ഇറച്ചിപ്പത്തിരിയാണ് ഇട്ടുള്ളത്. നമ്മളെ തൊട്ട് മുന്നത്തെ പീടിയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് വേഗം വരാട്ടോ.